ഒരു മനുഷ്യൻ്റെ ജീവിതം തകരാൻ ഒരുപാട് കാലമൊന്നും വേണ്ട. ചിലപ്പോൾ ഒരു വർഷം, ഒരു മാസം, അല്ലെങ്കിൽ ഒരൊറ്റ ദിവസം മതിയാവും. അതുമല്ലെങ്കിൽ ഒരു നിമിഷം കൊണ്ട് പോലും ജീവിതം തലകീഴായി മാറിയ നമ്മൾ ചിന്തിച്ചുറച്ചെടുക്കുന്ന ഒരു തീരുമാനം, അല്ലെങ്കിൽ നമ്മൾ പോലും അറിയാതെ വന്നുപെടുന്ന സാഹചര്യം ഒരു ജീവിതകാലം മുഴുവൻ നെയ്ത് കൂട്ടിയ സ്വപ്നങ്ങളെല്ലാം ഒരു ചീട്ട് കൊട്ടാരം പോലെ തകർക്കാൻ അത് മതി. മലയാളികളുടെ എല്ലാം നെഞ്ചിലൊരു വിങ്ങലായി ഇന്നും ജീവിക്കുന്ന ഒരു കഥാപാത്രമാണ് ലാലേട്ടൻ അഭിനയിച്ച് അനശ്വരമാക്കിയ സേതുമാധവൻ. അച്ഛൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ മാത്രം ആഗ്രഹിച്ച് പോലീസുകാരൻ്റെ കാക്കിയുടുപ്പ് സ്വപ്നം കണ്ട ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരൻ പതിയെ നാട് ഭയക്കുന്ന ഒരു കുറ്റവാളിയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സത്യത്തിൽ സേതുമാധവന്റെ ജീവിതം മാറ്റിമറിച്ച് ആ ഒരൊറ്റ സംഭവം മാത്രമായിരുന്നില്ല. പലരും ചേർന്ന് ഒരുക്കിയ ഒരു കിണിയിൽ അയാൾ വീണുപോവുകയാണ്. കിരിക്കാടൻ ജോസ് എന്ന വില്ലൻ മാത്രമല്ല അയാളുടെ യഥാർത്ഥ ശത്രുവായിരുന്നു. കാരണം സേതുമാധവനെ ദുരന്തം എഴുതിയത് ഒരാളല്ല, മറിച്ച് സമൂഹം ഒന്നടങ്കം ചേർന്ന് നടപ്പാക്കിയ ഒരു വിധിയായിരുന്നു. നമുക്ക് ആ കഥയിലൂടെ ഒന്നുകൂടി ഇറങ്ങിച്ചെല്ലാം. പോലീസ് കോൺസ്റ്റബിൾ അച്യുതൻ നായരുടെ അഭിമാനമായിരുന്നു മകൻ സേതു. താൻ വെറും ഒരു കോൺസ്റ്റബിൾ ആണെങ്കിലും മകനൊരു SI ആയി വരുന്ന കാണുക എന്നതായിരുന്നു അച്യുതൻ നായരുടെ ഏറ്റവും വലിയ സ്വപ്നം. ആ സ്വപ്നം കാണാൻ അദ്ദേഹം മകനെയും പഠിപ്പിച്ചു. അച്ഛൻ്റെയും ആഗ്രഹത്തിനപ്പുറം മറ്റൊരു ലോകം സേതുവിനുണ്ടായിരുന്നില്ല. അമ്മയും കൂടപ്പിറപ്പും അടങ്ങുന്ന ആ സ്നേഹമുള്ള വീട്ടിലെ ഏക പ്രതീക്ഷയായിരുന്നു അയാൾ. കൂട്ടുകാരുമായി തമാശ പറഞ്ഞ് ഉറപ്പുന്ന ദൈവയോടുള്ള ഇഷ്ടം മനസ്സിലൊതുക്കി പോലീസ് പരീക്ഷയുടെ ഫലം കാത്തു കഴിയുന്ന ഒരു പച്ചയായ മനുഷ്യൻ. അവൻ്റെ ലോകം വളരെ ചെറുതായിരുന്നു, പക്ഷേ സന്തോഷം കൊണ്ട് നിറഞ്ഞതായിരുന്നു. അച്ഛനെ ബഹുമാനിക്കുന്ന, അമ്മയോട് സ്നേഹമുള്ള, എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ അല്പം മടിയുമൊക്കെയുള്ള ഒരു സാധാരണക്കാരൻ. വളരെ ശാന്തമായ ഒരു ജീവിതം. അച്യുതൻ നായർ എന്ന അച്ഛനാകട്ടെ ഒരു ടിപ്പിക്കൽ പോലീസുകാരനായിരുന്നില്ല. സത്യസന്ധതയും ആത്മാർത്ഥതയുമായിരുന്നു അദ്ദേഹത്തിന്റെ മുഖമുദ്ര. അതിന്റെ ഫലമായി സ്ഥലമാറ്റങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു ശീലമായിരുന്നു. അങ്ങനെ ഒരു സ്ഥലം മാറ്റമാണ് അവരെ രാമപുരം എന്ന നാട്ടിലേക്ക് എത്തിക്കുന്നത്. സേതുമാധവന്റെയും അച്യുതൻ നായരുടെയും തലവധി മാറ്റിയെഴുതിയ ആ മണ്ണിലേക്ക്. ആ നിമിഷം വരെ സേതുവിന്റെ സ്വപ്നങ്ങൾക്ക് നിറങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു. കിരീടം എന്ന സിനിമയെ എക്കാലത്തെയും ക്ലാസിക്കാക്കി മാറ്റുന്ന പ്രധാന ഘടകം തിലകനും മോഹൻലാലും അനശ്വരമാക്കിയ ആ അച്ഛൻ മകൻ ബന്ധമാണ്. അച്യുതൻ നായർക്ക് സേതു മകൻ മാത്രമല്ല, തനിക്ക് എത്തിപ്പിടിക്കാൻ കഴിയാതെ പോയ സ്വപ്നങ്ങളുടെ പൂർത്തീകരണം കൂടിയായിരുന്നു. SI ആയി വരുന്ന മകനെ സല്യൂട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം അത് അച്യുതൻ നായരുടെയാണ്. പക്ഷേ ആ സ്വപ്നം ഒരു ഭാരമായി സേതുവിന്റെ ചുമലിൽ വെച്ചു കൊടുത്തില്ല. പകരം അത് ഒരു മകന്റെ ലക്ഷ്യമാക്കി അദ്ദേഹം മാറ്റി. അവരുടെ ബന്ധം പേടിയുടെയോ അച്ചടക്കത്തിന്റെയോ മാത്രമായിരുന്നില്ല, സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും കൂടിയായിരുന്നു. മകൻ ചെയ്യുന്ന ചെറിയ തെറ്റുകൾക്ക് ശാസിക്കുമ്പോഴും അവന്റെ കൂട്ടുകെട്ടുകളെ പറ്റി ആകുലപ്പെടുമ്പോഴും അച്യുതൻ നായരുടെ ഉള്ളിൽ മകനെക്കുറിച്ചുള്ള പ്രതീക്ഷയുടെ ഒരു തിരുനാളം കെടാതെ നിന്നിരുന്നു. ആ പ്രതീക്ഷയാണ് പിന്നീട് ആ അച്ഛന്റെ മനസ്സിലെ ഏറ്റവും വലിയ തീയായി മാറിയത്. അച്ഛന്റെ സ്വപ്നം നെഞ്ചിലേറ്റി ജീവിച്ച ഒരു മകന് അതേ അച്ഛന്റെ കണ്ണിൽ താനൊരു തെറ്റുകാരനാകുകയാണ് തിരിച്ചറിഞ്ഞ് ആ നിമിഷം വളരെ ഭയാനകമാണ്. ഒരുപക്ഷെ സേതുമാധവന്റെ ദുരന്തത്തിന്റെ തുടക്കവും അവിടെ നിന്നായിരുന്നു. എല്ലാ ദുരന്തങ്ങൾക്കും ഒരു തുടക്കമുണ്ട്. സേതുവിന്റെ ജീവിതത്തിലെ ആ തുടക്കം രാമപുരം മാർക്കറ്റിൽ വെച്ചായിരുന്നു. നാടിനെ വിറപ്പിക്കുന്ന ഗുണ്ട കിരിക്കാടൻ ജോസ് സ്വന്തം അച്ഛനെ നടുറോലിട്ട് മർദ്ദിക്കുന്നു. ഒരു മകന് സഹിക്കാൻ കഴിയാത്ത കാഴ്ച. ആ നിമിഷം സേതുവിന്റെ മുന്നിൽ രണ്ട് വഴികളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ പേടിച്ച് പിന്മാറുക, അല്ലെങ്കിൽ പ്രതികരിക്കുക. ഒരു മകൻ എന്ന നിലയിൽ അവൻ രണ്ടാമത്തെ വഴിയെ പ്രതികരണം തിരഞ്ഞെടുത്തു. അതിനൊരു തെറ്റായി കാണാൻ സാധിക്കില്ല. കാരണം സ്വന്തം അച്ഛനെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു മകന്റെയും കടമയാണ്. അവിടെ സേതു ജയിച്ചു, കിരിക്കാടൻ തോറ്റു. പക്ഷെ ആ വിജയത്തിന് അവൻ അറിയാത്ത ഒരു വിലയുണ്ടായിരുന്നു. അവരൊറ്റ സംഭവം അവനൊരു കിരീടം ചാർത്തി കൊടുത്തു. പക്ഷെ അത് അധികാരത്തിന്റെ ആയിരുന്നില്ല, മറിച്ച് സമൂഹം ചാർത്തി കൊടുത്തു അക്രമിയുടെ കിരീടമായിരുന്നു. നാട്ടുകാർ അവനെ ഒരേ സമയം രക്ഷകനായും പുതിയ ഗുണ്ടയായും കണ്ടു. അവൻ പോലും അറിയാതെ അവന്റെ പേരിന് പുതിയ അർത്ഥങ്ങൾ വന്നു. SI ആകാൻ കൊതിച്ച സേതുമാധവൻ കിരിക്കാരനെ മരത്തിയടിച്ച സേതുവായി മാറി. പ്രതികരിച്ചില്ലെങ്കിൽ ഭീരു, പ്രതികരിച്ചപ്പോൾ ഗുണ്ട. ആ സംഭവത്തോടെ സേതുവിന്റെ ജീവിതത്തിന്റെ താളം തെറ്റി. അവന്റെ ഉള്ളിൽ ഭയം നിറഞ്ഞു. താൻ കാരണം അച്ഛന്റെ സ്വപ്നം തകരുമോ എന്ന ഭയം, ആളുകൾ തന്നെ തെറ്റിദ്ധരിക്കുമോ എന്ന ഭയം. ആ ഭയം പതിയെ ദേഷ്യത്തിന് വഴിമാറി. തന്നെ മനസ്സിലാക്കാത്ത സമൂഹത്തോട്, തന്റെ പേര് മുതലെടുത്ത ഹൈദ്രോസിനെ പോലെയുള്ളവരോട്, സ്വന്തം നിസ്സഹായാവസ്ഥയോട്, എല്ലാത്തിനോടും അവന് വെറുപ്പും ദേഷ്യവും തോന്നി തുടങ്ങി. ഓരോ സംഭവം അവനെ കൂടുതൽ കുരുക്കിലാക്കി. രക്ഷപ്പെടാൻ ശ്രമിക്കും തോറും സമൂഹം അവനെ ആ ചെളിക്കുണ്ടിലേക്ക് ആഴത്തി ചവിട്ടി താഴ്ത്തി. റൗഡി എന്ന പേര് അവൻ്റെ നെറ്റി പതിഞ്ഞു. പോലീസ് സ്റ്റേഷനിലെ ലിസ്റ്റിൽ അവൻ്റെ പേര് വന്നു. കൂട്ടുകാർ അകന്നു. പ്രണയിച്ച പെണ്ണ് കൈവിട്ടു. ഒടുവിൽ സ്വന്തം അച്ഛൻ പോലും അവനെ സംശയിച്ചു. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ അച്ഛൻ പറയുന്ന ആ നിമിഷത്തോടെ സേതുമാധവൻ എന്ന വ്യക്തി മാനസികമായി മരിക്കുകയായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്ന വഴിതെറ്റി എന്ത് ചെയ്യണമെന്നറിയാതെ നിരാശയിലും കോപത്തിലും ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനെയാണ്. താൻ ആരാണെന്ന് അവന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് അയാൾ എത്തിപ്പെടുന്നു. സേതുമാധവന്റെ ജീവിതം നശിപ്പിച്ച് കിരിക്കാടൻ ജോസ് മാത്രമായിരുന്നില്ല, ഹൈദ്രോസും ആയിരുന്നില്ല. അവരെല്ലാം ഈ കളിയുടെ ചെറിയ ഭാഗങ്ങൾ മാത്രമായിരുന്നു. യഥാർത്ഥ വില്ലൻ സമൂഹമായിരുന്നു. ഒരു വ്യക്തിയുടെ സാഹചര്യങ്ങൾ അളന്നു വെച്ച് അവനൊരു പേര് നൽകി ആ പേരിനനുസരിച്ച് ജീവിക്കാൻ പ്രേരിപ്പിച്ച, നിർബന്ധിക്കുന്ന സമൂഹം. കിരിക്കാടനെ തോൽപ്പിച്ചപ്പോൾ അവനെ ഹീറോ ആക്കിയതും ഇതേ സമൂഹമാണ്. പിന്നെ അവനെ ഗുണ്ട എന്ന മുദ്ര കുത്തിയതും ഇതേ സമൂഹം തന്നെ. അവന്റെ പേരിൽ മുതലെടുപ്പ് നടത്തിയ ഹൈദ്രോസും അവന്റെ പ്രശസ്തി അസൂയപ്പെട്ടവരും ഇല്ലാ കഥകൾ പറഞ്ഞു വരുത്തിയ നാട്ടുകാരും അവന്റെ നിസ്സഹായത മനസ്സിലാക്കാതെ അവനെ തള്ളിപ്പറഞ്ഞ സ്വന്തം വീട്ടുകാർ പോലും ആ ദുരന്തത്തിന് കാരണക്കാരാണ്. പോലീസ് സംവിധാനം പോലും അവനെ ഒരു കുറ്റവാളിയായി മുൻകൂട്ടി വിധിയെഴുതി. ചുറ്റുമുള്ള ഓരോ വ്യക്തിയും ഓരോ സാഹചര്യവും അവനെ ഒരു കെണിയിലേക്ക് തള്ളിയിടുകയാണ്. സേതുമാധവൻ
സേതുമാധവൻ ഒരു വ്യക്തി എന്നതിലുപരി ഒരു ഇരയായിരുന്നു, സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകളുടെ ഇര. ഈ സിനിമയ്ക്ക് കിരീടം എന്ന പേര് വന്നതിൽ ഒരു കാരണമുണ്ട്. സാധാരണ കിരീടം അധികാരത്തിന്റെയും വിജയത്തിന്റെയും ചിഹ്നമാണ്. പക്ഷേ സേതുമാധവന്റെ തലയിൽ സമൂഹം വെച്ചു കൊടുത്ത ഒരു മുൾക്കിരീടമായിരുന്നു. റൗഡി എന്ന കിരീടം അതൊരു ഭാരമായി മാറി. അത് അവന്റെ ഉറക്കം കെടുത്തി, സ്വപ്നങ്ങളെ തകർത്തു, ജീവിതം തന്നെ ഇല്ലാതാക്കി. അച്ഛൻ അവന് വേണ്ടി സ്വപ്നം കണ്ടത് നക്ഷത്രങ്ങളുള്ള തൊപ്പിയായിരുന്നുവെങ്കിൽ വിധി അവന് നൽകിയത് രക്തം പുരണ്ട ഒരു കിരീടമാണ്. ഈ പേരിന്റെ ഐറണി തന്നെയാണ് സിനിമയുടെ ദുരന്ത സൗന്ദര്യം. ലോഹിതദാസ് എന്ന അതുല്യ പ്രതിഭ ഈ തിരക്കഥ വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ടാണ് എഴുതി പൂർത്തിയാക്കിയതെന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആ പ്രതിഭയുടെ ആഴം ശരിക്കും തിരിച്ചറിയും. കഥാപാത്രങ്ങളുടെ പിന്നാലെ സഞ്ചരിച്ച് അവരുടെ വികാരങ്ങൾ അതേപടി പകർത്തിയത് കൊണ്ടാണ് സേതുമാധവനും അച്യുതൻ നായരും ഇന്നും നമ്മുടെ എല്ലാം മനസ്സിൽ ജീവിക്കുന്നത്. 1989 ജൂലൈ 7 കിരീടം പുറത്തിറങ്ങിയത്. പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറവും സേതുമാധവൻ എന്ന കഥാപാത്രം നമ്മളെ വേട്ടയാടുന്നതിന് ഒരു കാരണമുണ്ട്. ഇന്നും നമ്മുടെ സമൂഹത്തിൽ സേതുമാധവന്മാർ ജീവിക്കുന്നുണ്ട്. ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഒരാളെ വിചാരണ ചെയ്യാനും ലേബൽ ഒട്ടിക്കാനും ഒറ്റപ്പെടുത്താനും വളരെ എളുപ്പമാണ്. ഒരു ഫോട്ടോ, ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു കള്ളക്കഥ മതി ഒരാളുടെ ജീവിതം തകർക്കാൻ. സാഹചര്യങ്ങൾ അറിയാതെ, മനസ്സിലാക്കാതെ, സത്യം അറിയാതെ നമ്മൾ എത്രയെത്ര മനുഷ്യരെയാണ് ദിവസവും മനസ്സുകൊണ്ട് വിചാരണ ചെയ്യുന്നത്. ആ അർത്ഥത്തിൽ കിരീടം ഒരു കാലഘട്ടത്തിൻ്റെ മാത്രം കഥയല്ല, അതൊരു ഓർമ്മപ്പെടുത്തലാണ്, ഒരു മുന്നറിയിപ്പാണ്. സേതുമാധവന്റെ വേദനയും നിസ്സഹായതയും ഇത്ര തീവ്രമായി നമ്മുടെ എല്ലാം ഹൃദയങ്ങളിലേക്ക് എത്തിച്ചതിന് പിന്നിൽ മോഹൻലാൽ നടന്റെ പകരം വെക്കാനില്ലാത്ത പ്രകടനമുണ്ട്. സന്തോഷത്തിൽ നിന്ന് സങ്കടത്തിലേക്കും, നിസ്സഹായതയിൽ നിന്ന് കോപത്തിലേക്കും, ഒടുവിൽ സമ്പൂർണ്ണ തകർച്ചയിലേക്കുള്ള സേതുവിന്റെ യാത്ര അദ്ദേഹത്തിന്റെ ഓരോ നോട്ടത്തിലും ശരീരഭാഷയിൽ നമുക്ക് കാണാൻ സാധിക്കും. ക്ലൈമാക്സിലെ ആ പൊട്ടിക്കരച്ചിൽ, കത്തി താഴെയിടാ നിന്റെ അച്ഛനാടാ പറയുന്നത് എന്ന് തിലകൻ പറയുമ്പോൾ നിസ്സഹായനായി നോക്കുന്ന ആ നോട്ടം മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച അഭിനയ മുഹൂർത്തങ്ങൾ ഒന്നാണ്. ഈ അഭിനയത്തിന് അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം ലഭിച്ചത് തികച്ചും അർഹമായിരുന്നു. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാം. സേതുമാധവന്റെ ഭാഗത്ത് ശരിക്കും തെറ്റുണ്ടായിരുന്നോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ അവന്റെ ഭാഗത്ത് ഒരു തെറ്റും ഉണ്ടായിരുന്നില്ല. അവൻ സാഹചര്യങ്ങളുടെ ഒരു ഇര മാത്രമായിരുന്നു. സേതുവിന്റെ കഥ ഒരു പരാജയത്തിന്റെ കഥയല്ല, മറിച്ച് പ്രതീക്ഷകളും സാമൂഹിക സമ്മർദ്ദങ്ങളും ചേർന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യന്റെ ജീവിതം എങ്ങനെ തകർത്തെറിയുക എന്നതിൻ്റെ ഒരു വേദനിപ്പിക്കുന്ന നേർക്കാഴ്ചയാണ്. അവന്റെ തകർച്ച പുറത്തു നിന്നുള്ള ആക്രമണം കൊണ്ടായിരുന്നില്ല, മറിച്ച് അവന്റെ ഉള്ളിൽ സംഭവിച്ച പൊട്ടിത്തെറിയായിരുന്നു. അതുകൊണ്ടാണ് വർഷങ്ങൾക്കിപ്പുറവും സേതുമാധവന്റെ കണ്ണീർ പൂവിൻ്റെ കവിളിത്തലോടി എന്ന ഗാനം കേൾക്കുമ്പോൾ, വിജനമായ വഴിയിലൂടെ തനിച്ച് നടന്നു പോകുന്ന ആ രൂപം കാണുമ്പോൾ നമ്മുടെ എല്ലാം കണ്ണുകൾ അറിയാതെ നിറഞ്ഞു പോകുന്നു.